നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും ഊട്ടി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഊട്ടി യാത്രയിൽ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ടോയ് ട്രെയിനിൽ കൂണൂർ മുതൽ ഊട്ടി വരെയുള്ള ഒരു യാത്രയാണ്. ഒരല്പം മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഈ ട്രെയിൻ യാത്ര നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയും. മിക്കവാറും എല്ലാവരും ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഈ ട്രെയിൻ യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നതും. സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു വരുന്ന ദിവസം ഊട്ടി മുതൽ കൂണൂർ വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയും കൂണൂരിൽ നിന്ന് അവർ പോയ വണ്ടിയിലോ അല്ലെങ്കിൽ ബസ്സിലോ തിരിച്ച് മേട്ടുപ്പാളയം എത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഊട്ടിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം തന്നെ IRCTC വഴി ഓൺലൈനായിട്ട് നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ 3 2S കോച്ചും 2 ഫസ്റ്റ് ക്ലാസ് കോച്ചുമാണുള്ളത്. 2Sന് 150 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 350 രൂപയാണ് നിരക്ക് വരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഫസ്റ്റ് ക്ലാസ് 2 എന്ന് പറയുന്ന കോച്ച് ഏറ്റവും മുന്നിലും ഫസ്റ്റ് ക്ലാസ് 1 എന്ന് പറഞ്ഞ കോച്ച് ഏറ്റവും പിന്നിലുമായിട്ടാണ് ഉള്ളത്. കൂണൂരിൽ നിന്ന് ഊട്ടിക്ക് യാത്ര ചെയ്യുമ്പോൾ എൻജിൻ പിന്നിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ക്ലാസ് കോച്ചായിരിക്കും ഏറ്റവും മുന്നിലുള്ളത്. ഇതിൽ തന്നെ 1 മുതൽ 8 വരെയുള്ള സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇടയ്ക്ക് വന്യമൃഗങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. എനിക്ക് ബൈസണിനെയൊക്കെ കാണാൻ പറ്റി. വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഫസ്റ്റ് ക്ലാസ് 1 കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു ദിവസം 4 സർവീസാണ് കൂണൂരിൽ നിന്ന് ഊട്ടിക്കുള്ളത്. രാവിലെ 7:45-നും 10:40-നും 12:35-നും പിന്നെ 4 മണിക്കും. ഇതിൽ 10:45-നോ 12:35-നോ ഉള്ള ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അങ്ങനെ കൂണൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം 17 കിലോമീറ്റർ സഞ്ചരിച്ച് 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞ് ഉദകമണ്ഡലം എന്ന ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളെത്തും. ഇതിനിടയിൽ 4 സ്റ്റേഷനുകളുണ്ട്. ഞാൻ യാത്ര ചെയ്ത ദിവസം ഒരല്പം മഴയും കൂടി ഉണ്ടായിരുന്നതിനാൽ കാഴ്ചകളൊക്കെ പതിവിലും മനോഹരമായിരുന്നു. ഈ സ്റ്റേഷന്റെ പേരുകളും കുറച്ച് വ്യത്യസ്തവും അല്പം റൊമാൻറ്റിക്കും ഒക്കെയാണ്. ആദ്യത്തെ സ്റ്റേഷന്റെ പേരെന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ എന്നാണ്. തൊട്ടടുത്തതായിട്ട് അറവൻകാട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തും. അത് കഴിഞ്ഞ് കേത്തി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. 4-മതായിട്ട് ഒരല്പം റൊമാൻറ്റിക് പേരുള്ള ലൗഡേൽ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇത് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വരുന്ന ദിവസം കോത്തഗിരി വഴി തിരിച്ച് മേട്ടുപ്പാളയത്തേക്ക് ഇറങ്ങുക. നീലഗിരി കുന്നുകളുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഈ വഴി വരണം. അതിമനോഹരമായ കുന്നുകളും താഴ്വരകളും കൊടനാട് വ്യൂ പോയിന്റും ഒക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഊട്ടിയിൽ എത്തിയിട്ടാണ് ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കോത്തഗിരി വഴിയുള്ള യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി ഊട്ടിയിൽ പോകുന്നവർ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു വെരി മച്ച്.